അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുഎയുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പുതിയ സെറ്റപ്പിലൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. അപ്പോൾ ഈ യുഎയുടെ ഒരു വലിയൊരു ജേണിയിൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആലോചിക്കാനുള്ളത് അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു അൺമാസ്കിംഗ് എത്തീസം എന്ന പേരിൽ ഇത്തരമൊരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരുപക്ഷെ കുറച്ച് മുമ്പൊക്കെ ഫേസ്ബുക്കൊക്കെ വളരെ നേരത്തെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഒരു ഫീഡ് തുറക്കുമ്പോൾ തന്നെ ഇസ്ലാം വിമർശനങ്ങളെ കൊണ്ട് നിറയുന്ന അവർ വലിയ രൂപത്തിലൊരു അപ്രമാദിത്വം നേടിയെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത്. പിന്നെ ക്ലബ് ഹൗസ് വന്നു, അതോടുകൂടി വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ക്ലബ് ഹൗസിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം വലിയ നിരീശ്വരവാദികളുടെ വലിയ നേതാക്കന്മാരോടടക്കം നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനും സംവദിക്കാനൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും എം അക്ബർ സാഹിബുമായിട്ടുള്ള ജബ്ബാറിന്റെ ഡിബേറ്റും അതൊക്കെ കഴിഞ്ഞതോടുകൂടി മൊത്തത്തിലുള്ളൊരു ചിത്രം വലിയ രൂപത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ജബ്ബാർ എന്ന് പറയുന്ന ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അദ്ദേഹത്തിന്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. എന്താ വെച്ചാൽ ഈ അൺമാസ്കിംഗ് എത്തീസത്തിന്റെ നമ്മുടെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയാണ്, ഇവര് നാസ്തികത നവനാസ്തികത എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക എന്നല്ലാതെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യാൻ റെഡിയല്ല. ഇവരതൊന്നും പറയില്ല. കുറെ നാസ്തികത നവനാസ്തികത എന്ന് പറഞ്ഞിങ്ങനെ നടക്കാനല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇവർ റെഡിയല്ല എന്ന രൂപത്തിലൊരു ക്ലിപ്പ് കേട്ടു. യഥാർത്ഥത്തിൽ നമ്മുടെ ചാനലൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അല്ലെ, നമ്മൾ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ പല വിഷയങ്ങളിലും ചില സ്പെസിഫിക് വിഷയങ്ങൾ എടുത്തിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആയിഷ ബീവി അല്ലെ, ആയിഷ ബീവിയുടെ വിവാഹം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ഫോക്കസ് ആയിക്കൊണ്ട് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് അതായിരുന്നു, ട്രേഡ് മാർക്ക് വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം. ആ വിമർശനം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ 3 മണിക്കൂറോളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആയിഷ ബീവി വിവാഹം, വിമർശകർക്ക് സ്വാഗതം എന്നായിരുന്നു ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ നാസ്തികതയെക്കുറിച്ചും നവനാസ്തികതയെക്കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സമയത്തോളം അവർ ചോദ്യം ചോദിക്കുക മാത്രമാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതായത് എന്താണ് നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ആയിഷ റളിയല്ലാഹുവിന്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ അവരിങ്ങനെ ചോദ്യം ചോദിക്കുക എന്നല്ലാതെ അവരുടെ പ്ലാറ്റ്ഫോമിൽ എന്താണ് ഇതിന്റെ സ്ഥിതി, പ്രത്യേകിച്ച് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് അവർ അന്വേഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മൾ മുമ്പ് ഇപ്പൊ ഇവിടെ ബാസിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് എത്ര ഉത്തരം കൊടുത്തു കഴിഞ്ഞാലും ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, പ്രത്യേകിച്ച് മൊറാലിറ്റിക്ക് ഒരു ബേസ് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് സ്വയം ചിന്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിനുമായി തുലനം ചെയ്യാൻ കഴിയില്ല. ഇപ്പം ആയിഷയുടെ വിവാഹമാകട്ടെ അല്ലെങ്കിൽ പ്രവാചകന്റെ വിവാഹങ്ങളാകട്ടെ, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യം അവർ ചോദിക്കണം. അതിന് എന്താ വേണ്ടത്, എന്താണ് നാസ്തികത എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തത് നാസ്തികത എന്താണ് എന്നുള്ളത് നാസ്തികരെ പഠിപ്പിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ഈ ബാസിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി തന്നെ ഇത്തരം വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോ നാസ്തികരിൽ വളരെ പ്രമുഖനായിട്ടുള്ള മുഹമ്മദ് ഖാൻ ഏറ്റവും ഒരു സുദീർഘമായ 2 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ഇസ്ലാമിക വിഷയത്തിൽ മാത്രം നമ്മോട് ചോദ്യം ചോദിക്കുക, അങ്ങോട്ട് ചോദ്യം ചോദിക്കാത്ത വളരെ ഏകപക്ഷീയമായിട്ട് വരെ നമ്മള് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ജബ്ബാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മുഹമ്മദ് ഖാനായിട്ടുള്ള ഡിബേറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ പ്രധാനമായിട്ടും അതിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ ഓരോ വിമർശനങ്ങൾ, ഇപ്പം ജൂത ക്രൈസ്തവരെ ശത്രുക്കളായിട്ട് കാണണമെന്നാണ്. അപ്പൊ അത് പറയുന്നു, നമ്മളത് വിശദീകരിക്കുന്നു. അതിനുശേഷം അടുത്തൊരു വിമർശനം വരുന്നു, അതിന് നമ്മൾ വിശദീകരിക്കുന്നു. ഫ്രീ വില്ല് ഇസ്ലാമിൽ എന്താണ്, അങ്ങനെ ആ രൂപത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ജബ്ബാറായിട്ട് നമ്മൾ സംവാദം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വിമർശനങ്ങളെ മുസ്ലിം സൊസൈറ്റിയിൽ പൊതുവെ ഹാൻഡിൽ ചെയ്യാറുള്ളത്, ഓക്കെ ആയിഷ ബീവിയുടെ വിവാഹം കൊണ്ടിരുന്നു, അതിന് മറുപടി പറയുന്നു, അടിമത്തം കൊണ്ടിരുന്നു, അതിന് നമുക്കൊരു മറുപടി പറയുന്നു. ഈ ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ, ഓക്കെ ആയിഷ ബീവിയുടെ വിവാഹം കൊണ്ടിരുന്നു, വെയിറ്റ് സ്റ്റോപ്പ്, നമുക്ക് അത് പറയാനുണ്ട്. അതിനു മുമ്പ്
ഇത് തെറ്റാണ് എന്നുള്ളത് പറയാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ മാനദണ്ഡം എന്താണെന്ന് Yes. അവരുടെ ബേസ് നമ്മൾ ചോദിച്ചു. അപ്പോ അതുപോലെ അടിമത്തം, ഓക്കെ, അടിമത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹദീസിൽ എന്താണ് ഉള്ളതെന്ന് പറയാം, ഖുറാനിൽ എന്താണ് ഉള്ളതെന്ന് പറയാം. പക്ഷെ വെയിറ്റ്, ഒറ്റ മിനിറ്റ്, നിങ്ങൾ അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കൊരു അടിസ്ഥാനം വേണം. ആ ഒരു അടിസ്ഥാനം അങ്ങോട്ട് ചോദിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റിയിട്ട് ഇ എ ജബ്ബാർ തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡിഫെൻസീവ് നിർത്തിയിട്ട് അറ്റാക്കിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ. അതെ അതെ, ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോ ഡിഫൻസ് ഒഴിവാക്കി അറ്റാക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കുക, പതിറ്റാണ്ടുകളായി ഏകപക്ഷീയമായ അറ്റാക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഇതാ ഇവർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാസ്തികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം വിമർശകർ മാറി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർക്ക് ഉത്തരം പറയേണ്ടി വന്നു. യെസ്, വളരെ അതായത് ക്ലബ് ഹൗസിലടക്കമുള്ള പിന്നെ ചെറിയ ചെറിയ നാസ്തികർ മുതൽക്ക് ഇവരുടെ അപ്പോസ്തലന്മാർക്കടക്കം ഉത്തരം പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ അടിസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത്. പിന്നെ പൊതുവിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഓരോ വിമർശകർ ഇങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രധാനമായി ഇ എ ജബ്ബാറിന്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എൻഡിങ് ഡിബേറ്റ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാഫ് കഴിഞ്ഞു. പൊതുവിൽ അതിനു മുമ്പുള്ള ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇ എ ജബ്ബാർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ഇസ്ലാമിക വിഷയത്തിലും നാസ്തികതയുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസ് നമ്മൾ ആദ്യം ചെയ്തിരുന്ന സമയത്തൊക്കെ വന്ന കമന്റുകൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പറയാതെ ഇ എ ജബ്ബാർ അദ്ദേഹത്തായിട്ടൊക്കെ ഒന്ന് ഡിബേറ്റ് ചെയ്യാൻ നിങ്ങൾ വന്നോക്ക്, അതോടുകൂടി കഴിയും നിങ്ങളുടേത് എന്നുള്ള ഒരു രൂപത്തിലൊക്കെ ആയിരുന്നു കമന്റ്. അപ്പോൾ പിന്നെ ഒരു അജയ്യനായിട്ടുള്ള, ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ സാധിക്കാത്ത ആ നിലക്കുള്ള ഒരാളിതാ നിൽക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഡിബേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ. ഇപ്പം എം അക്ബർ സാഹിബുമായിട്ടുള്ള ഡിബേറ്റിന്റെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് കമന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് നടത്തിയ കമന്റുകളുണ്ട്. പിന്നെ ഒരിക്കലും അക്ബർ ഇതിന് വരാൻ പോകുന്നില്ല, കാരണം അക്ബറിന് അങ്ങനെ നേരിടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്രയും ആത്മവിശ്വാസത്തിലായിരുന്നു. ആ വലിയ ഉയർത്തിയ ചീട്ടുകൊട്ടാരം ജനുവരി 9-ാം തീയതി അക്ഷരാർത്ഥത്തിൽ തകർന്നു വീണു എന്നുള്ളത് ഈവൻ അവർക്ക് പോലും അതിൽ സംശയം ഉണ്ടാകും തോന്നില്ല അല്ലെ. ഒരിക്കലും ആ നിലക്ക് അത്രയും വലിയൊരു തകർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പൊതുവിൽ പിന്നെ കാരണം എന്താ വെച്ചാൽ, ഇത്രയും വലിയ ഒരു കോട്ടൊക്കെ ഇങ്ങനെ കെട്ടിപ്പടുത്ത് അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് പിന്നെ വലിയൊരു മൈലേജ് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം അദ്ദേഹം നിരന്തരമായി ഇപ്പൊ ഈ അടുത്ത് മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള മജീദ് സുല്ലമി എന്ന ഒരാള് മതം വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നു. അതിന് തൊട്ടുടനെ ആഴക്കടലാണ് വിഷയം. എന്താണ്, അദ്ദേഹത്തെ നിരന്തരം ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം 3 വർഷം ആകാനായി തോന്നുന്നു. ഈ 3 വർഷം ആകാനായിട്ട് പോലും ഇപ്പോഴും ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴക്കടൽ സംവാദത്തിൽ അക്ബർ ചെയ്തത് ഈ പ്രശ്നമാണ്, അത് കള്ളത്തരമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് തന്നെ അത് പമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത്. പിന്നെ അതില് ആ ഒരു സംവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെ അതിലും നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യം. കാരണം അദ്ദേഹം മുമ്പ് സംവാദങ്ങൾ അങ്ങനെ അഭിമുഖീകരിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ബ്ലോഗ് എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ടുള്ള ഒരു സംവാദം എന്നുള്ളത് ആ നിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അത് നടന്നതോടുകൂടി ഇത്ര ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഈ അദ്ദേഹം തന്നെ ഖുർആൻ വിശദീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ഖുർആനിലെ ആയത്തുകളൊക്കെ എടുത്തിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുക. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഇത് കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ അത് പിന്നെ വ്യൂ ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ എടുത്ത് നോക്കി. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഖുർആനിൽ ഓരോ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിമർശനങ്ങൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഓരോ ആയത്തുകളെക്കുറിച്ചും കിട്ടുന്ന പരമാവധി റെഫറൻസുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന ഒരു ധാരണയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണത് സംഭവം എന്ന് പരിശോധിക്കണം എന്നൊക്കെ ആ ഒരു മുൻധാരണയിലാണ് ഞാനിങ്ങനെ കാണുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഡിസപ്പോയിന്റിങ് എന്ന് മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ, അതിങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടൊക്കെ മനസ്സിലാവും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പിന്നെ സൂറത്തെടുക്കും, ആ സൂറത്തിൻ്റെ പിന്നെ അറബി അവിടെ ഉണ്ടാവും, മലയാളവും അദ്ദേഹം തന്നെ കാണിക്കും. എന്നിട്ട് അറബി ഇങ്ങനെ വായിക്കും. എന്നിട്ട് അതിനുശേഷം മലയാളത്തിലെ അർത്ഥം പറയും. എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കൊക്കെ ഒരു മലയാള വാചകം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നൂലേ, സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം ഇങ്ങോട്ട് പറയാം. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ കണ്ടൊരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ, മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ ഖുർആൻ കേട്ടപ്പോൾ പരിഹസിച്ചു.
അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു വാചകമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഭാഗമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ പിന്നെ ഖുർആനെ പരിഹസിച്ച ഇതിനെക്കുറിച്ച് പറയുന്ന ഈ ആയത്ത്, അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആളുകൾ പരിഹസിക്കുന്നു എന്നുള്ളത് ഇതെന്താണ്, ഒരു ഖുർആനിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്, അന്നത്തെ കാലത്ത് പരിഹസിച്ചു എന്നുള്ളത് ഇപ്പോഴും ഖുർആനിൽ പാരായണം ചെയ്യേണ്ട കാര്യം എന്താണ്, അത് ആ പരിഹാസത്തിനുള്ള മറുപടി ഉണ്ട്. അപ്പോൾ അന്ന് ആൾക്കാർ പരിഹസിച്ചു, പിന്നെ അതിന് മറുപടിയും പറഞ്ഞു, അതിനിപ്പോൾ ഇപ്പോഴും അത് പാരായണം ചെയ്യേണ്ട കാര്യം എന്താണ്, ഇങ്ങനെയൊക്കെ മൂപ്പർക്ക് തോന്നുന്ന കുറച്ച് കാര്യം യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് കൂടിയാണ് ഖുർആനിലുള്ളത്. ഇന്നത്തെ കാലത്ത് അത് relevant ആണെന്നുള്ളതിനാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ആയത്ത്, അതായത് അദ്ദേഹത്തിന്റെ വീഡിയോയെ കുറിച്ചാണ് ആയത്ത്. അതായത് ഖുർആൻ വെറുതെ എടുക്കുന്നു, എന്നിട്ട് അതിനെ കുറച്ച് പരിഹാസങ്ങൾ പറയുന്നു, അതിനുള്ള ഖുർആന്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനുള്ള മറുപടിയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലെ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത് അന്നത്തെ കാലത്ത് പരിഹസിച്ചില്ല, അതിനുള്ള മറുപടി ലോകാവസാനം വരെ എന്തിനാണ് വായിക്കുന്നത് എന്ന അത്രയും നിലവാരം കുറഞ്ഞ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കണ്ട മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബ്ബാർ മാഷി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ അഹ്സാബാണ്. സൂറത്തുൽ അഹ്സാബിൽ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആയത്താണ്. എന്നിട്ട് മൂപ്പര് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിനെ കൊണ്ട് ഇറക്കി എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനിയന്ത്രിതമായി വിവാഹം ചെയ്യലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, യുക്തിവാദം പ്രൊമോട്ട് ചെയ്താൽ മതി. അതെ. അപ്പോൾ അതിന് ഒന്നാമത്തെ വിഷയം അത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമയത്തോളം അവിടെ അനിയന്ത്രിതമായ വിവാഹത്തെ പ്രവാചകൻ ചുരുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് മൂപ്പരുടെ വർത്തമാനം എന്താ വെച്ചാൽ, അതായത് ജബ്ബാർ മാഷിൻ്റെ കള്ളത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് പിന്നെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുക. ഇപ്പോൾ മുത്തവ വിവാഹം പ്രവാചകൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മുത്തവ വിവാഹം എന്നിട്ട് നിരോധിച്ചത് ഉമറുൽ ഫാറൂഖ് ആണ് എന്ന് പറയുന്നു. കൃത്യമായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുത്തവ വിവാഹം പ്രവാചകൻ നിരോധിച്ചു എന്നുണ്ട്. എന്നിട്ട് പോലും പച്ചക്കളവ് പടച്ചു വിടാനുള്ള ഒരു ധൈര്യം പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഇനി മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ സൂറത്തിൽ ഈ പറയപ്പെട്ട ആയത്തിന് തൊട്ട് താഴെയായി കാണുന്ന എന്താണെന്നറിയോ, ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല, സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ള ആളെ നിനക്ക് വിവാഹം ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. എങ്ങനെയാണ് സ്വന്തത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ആയത്തുകൾ ഇറക്കുന്ന ഒരു വ്യക്തി എന്തിന് ഇനിമേൽ നിനക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ ഈ വിഷയം ഒരുപാട് നാസ്തികരോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഭീമാബദ്ധങ്ങളാണ്. കുറേ ഭാര്യമാരായില്ലേ എന്നൊക്കെയാണ് പറയാം. കുറെ ഭാര്യമാരായെന്ന് വെച്ചിട്ട് എന്തിന് നമ്മൾ വെറുതെ നിർത്തുന്നു? ഇനിയും ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ വിവാഹം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെന്തിന് തടയുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അതേ സൂറത്തിൽ തന്നെ അദ്ദേഹത്തിന് പല കളവുകളുണ്ട് എന്ന് മാത്രമല്ല, അതേ സൂറത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ നെഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് പിന്നെ ഈ ഇത്തരത്തിൽ തഫ്സീറുകൾ ഇറക്കുക മാത്രമല്ല ചെയ്യുന്നത്, കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ശരിക്കും ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിന് ഒരു ആയത്തിന് അതിനൊരു സബബു നുസൂൽ ഉണ്ടാവും, അതിനെ അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഖുർആൻ്റെ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തഫ്സീറുകൾ എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഇപ്പം മലയാളത്തിൽ പോലും തഫ്സീറുകൾ ലഭ്യമാണ്. ഇപ്പോൾ അമാനി തഫ്സീർ അല്ലെങ്കിൽ ഖുർആൻ മലയാളം തഫ്സീർ എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ ഏതൊരാൾക്കും മലയാളത്തിൽ ഓരോ ആയത്തിൻ്റെയും ഏറ്റവും പ്രാഥമികമായ വിവരണം എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതൊക്കെ ലഭ്യമായിരിക്കെ ഒരു നിലക്ക് അതൊന്നും പരിഗണിക്കാതെ എന്താണ് ആ അവതരണ പശ്ചാത്തലം, എവിടെയാണ് ഇത്, ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ എന്താണ്, ഇതൊന്നും പരിഗണിക്കാതെ വെറുതെ തോന്നുന്നു എന്നുള്ളത് മാത്രം അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവരുടെ നിലവാരമാണ് എനിക്ക് സംശയം. ഒരു പിന്നെ ജബ്ബാർ ഇങ്ങനെ ഖുർആൻ വിശദീകരിച്ചല്ലോ എന്നൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം എത്രത്തോളം പരിഹാസ്യമാണ് എന്നുള്ളതാണ് എനിക്കതിൽ പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ളത്. ഈ ഖുർആൻ ആയത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് ആ ആയത്ത് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ചാൽ അതിന്റെ കോണ്ടസ്റ്റ് കിട്ടുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പകുതി വരെ വായിച്ച് ഇപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നൊരു ആയത്തുണ്ട്.
അതിന്റെ ബാക്കി വായിച്ചാൽ എന്താണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ളത് കിട്ടും. അതുപോലെയുള്ള കുറെ ആരോപണങ്ങളാണ് ഇപ്പൊ ഈ ജബ്ബാർ പോലുള്ള ആളുകളൊക്കെ അതെ അതെ. ഇപ്പം ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക, അപ്പൊ ഇവരെ സ്ഥിരം സാധനമാണ്. അത് യുദ്ധ സന്ദർഭത്തിലാന്നുള്ളത് യെസ്, അതിന്റെ തൊട്ട് 3 ആയത്ത് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. അപ്പൊ ഇതില് ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക, അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക, അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക, എന്നിട്ട് സ്വയം അഭിപ്രായം പറയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു വിമർശനങ്ങളുടെ ഒരു ആകത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം ഇത്രയും ഒരു സത്യസന്ധത ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ അതിനോട് ആത്മാർത്ഥത ഇല്ലാതെ ഖുർആനെ തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതിനെ അത് കണ്ടുകൊണ്ട് സംശയിക്കുന്ന ആളുകളെയാണ് എനിക്ക് ഏറ്റവും പരിഹാസ്യമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതാണ് ഒരു ഭീമ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ബേസിക് ആയിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. ഒരു കവിതയാണെങ്കിലും ഏതാണെങ്കിലും എന്താണ് ഇത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് ആയ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, വെളിച്ചം ദുഃഖമാണുണ്ണീ തമസ്സല്ലോ സുഖപ്രദം എന്ന് പറയുന്നൊരു വരിയുണ്ട്. ഇത് വളരെ എന്താ പറയുക, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, അനലൈസ് ചെയ്യപ്പെട്ട വരികളാണ്. അതിന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ എന്താണ് വരുന്നത്, ഇത് ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന കവി എന്നൊക്കെ നിലക്കാണ് അവിടെ ചർച്ചകൾ പോയിട്ടുണ്ട്, വിമർശനങ്ങൾ. പക്ഷെ നോക്കൂ, ഇവിടെ നമ്മൾ ഒരാൾ പറയാണ് ഈ കവി ഒരു ഉറക്കപ്രിയനാണ്, അതുകൊണ്ട് മൂപ്പര് ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്ര വിഡ്ഢിത്തര ബാലിഷ്യമാകും അത്. അപ്പൊ ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള, ഇത്രയേറെ ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജം നൽകിയിട്ടുള്ള ഖുർആനെ വളരെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തനിക്ക് തോന്നിയ പോലെ വിവരിക്കുകയാണ്. ഒരു ഇഗ്നോറൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് വേണമെങ്കിൽ ഈ ജബ്ബാറിന്റെ മൊത്തത്തിലുള്ള ഖുർആൻ കാര്യങ്ങളെ എനിക്ക് ആ ഒറ്റ വേർഡിൽ ഇഗ്നറൻസ് അറ്റ് ഇറ്റ് സ്പീക്ക്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി മസല, ഇത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഈ വാചകം ഇങ്ങനെ വായിക്കുന്നത്, അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇരുട്ടിനെ പ്രണയിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു 5 മിനിറ്റ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മന്നവേന്ദ്ര തിളങ്ങുന്നു നിൻ മുഖം ചന്ദ്രനെ പോലെ, എന്നിട്ട് ആ ഒരു കവിത വായിച്ചിട്ട് പിന്നെ മൂണിനെ കുറിച്ചാണ് പറയുന്നത്, ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്നത് തിളങ്ങുകയാണ് എന്നാണ് പറയുന്നത്, അതിന്റെ പിന്നെ പ്രതലം എന്ന് പറയുന്നത് കുണ്ടും കുഴിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, പൊതുവെ നാസ്തികർക്ക് ഈ സാഹിത്യപരമായിട്ടുള്ള ഉപമകളും മറ്റൊന്നും അത് തീരെ മനസ്സിലാവാത്ത ഒരു, അല്ല, അത് മനസ്സിലാകാത്തെന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, പലതും ജബ്ബാറിന് അറിയാം, യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഭൂമി ഉരുണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചില വീഡിയോസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, പണ്ട് കാലത്തെ പണ്ഡിതന്മാർക്കൊക്കെ ഭൂമി പരന്നതാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കണം, പണ്ടിട്ട് ഏറ്റവും മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെ ഭൂമി പരന്നതാണെന്ന്, പുതിയ കാലത്ത് ഭൂമി ഉരുണ്ടതാണ് കണ്ടെത്തിയപ്പോൾ അത് പിന്നെ ഉരുട്ടി എന്നാണ് പറയാം. ഒന്നാമത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലല്ല എന്നുള്ളത് ഒരു വിഷയം, അത് പോട്ടെ. ഇനി അദ്ദേഹം കൊണ്ടുവരുന്ന തഫ്സീർ എന്ന് പറഞ്ഞാൽ ജലാലൈൻ തഫ്സീറാണ്. ജലാലൈൻ തഫ്സീറിൽ പരന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിൽ, അതിൻ്റെ വിവരണത്തിൽ തന്നെ ഉരുണ്ട ഒരു വസ്തുവിന്റെ മേൽഭാഗം പരന്നതായിരിക്കും അതെ, അങ്ങനെയാണ് പറയണത്. അത് പോട്ടെ. പക്ഷെ ഇവിടെ ജലാലൈൻ തഫ്സീറിനേക്കാളും മുൻപുള്ളതാണ് ഏത്, ഇമാം റാസിയുടെ തഫ്സീർ. ഇമാം റാസിയുടെ തഫ്സീറിൽ കൃത്യമായി ഭൂമി ഉരുണ്ടതാണ് എന്നും മറ്റു കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം പഴയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനായിട്ടല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം ഇതെന്ത് ചെയ്യാണ്, അദ്ദേഹം പറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം വിവരസാങ്കേതിക വിദ്യ വളർന്ന കാലഘട്ടത്തിലും ഇത്തരം ഒരു കള്ളത്തരം ചെയ്തിരുന്ന ഇയാള് കുറച്ച് മുമ്പായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കാരണം അത്രയും ഫാക്ട് ചെക്കിങ്ങിനുള്ള വഴികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത് എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചേക്കാം, ഇദ്ദേഹം ഇങ്ങനൊരു പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം, ഭൂമി ഉരുണ്ടതാണ് പക്ഷെ പരന്നതാണെന്ന് ഖുർആനിലുണ്ട്, തഫ്സീർ ജലാലിലുണ്ട്. എത്ര ആളുകൾ ഈ ഒരു 2000 ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ജലാലൈൻ തഫ്സീർ എടുത്ത് നോക്കിയിട്ടുണ്ടാവും?
എത്ര ആളുകൾ അതിന് മുമ്പുള്ള തഫ്സീറുകളെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഈവൻ മുസ്ലിങ്ങളായ ആളുകൾ ഇത് കേട്ടു പോകുമ്പോൾ ശരി എന്താ തഫ്സീറുകളൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന്. അപ്പൊ അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിജയം. അതായത് ഇതൊന്നും ഇതാണ്ട് തട്ടിവിട്ട എത്രന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ളതാണ്. ജബ്ബാർ തന്നെ ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങൾ സയൻസിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഹിസ്റ്ററിന്റെ ഒരു ബേസിക് എല്ലാവരും ഈ രവിചന്ദ്രൻ അടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഇവിടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അതൊന്നും ഈ ജബ്ബാർ പരിഗണിക്കാതെ അല്ലെങ്കിൽ വെറുതെ ഇപ്പൊ ഷുക്കൂർക്ക പറഞ്ഞതുപോലെ അത് വിടുക, എന്നിട്ട് അതുകൊണ്ട് പരമാവധി തെറ്റിദ്ധരിക്കുന്ന ഒരു തെറ്റിദ്ധരിച്ചു. ഇപ്പൊ നമ്മൾ ബ്രണ്ടോണിലീസ് ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസിമെട്രി പ്രിൻസിപ്പിൾ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു റൂമിൽ ഒരു കുട്ടിക്ക് പരമാവധി മലവും മൂത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ പരമാവധി പ്രശ്നം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മതിയാകുമായിരിക്കും. പക്ഷെ അത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു 1/4 മണിക്കൂർ എടുക്കുക അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു വിമർശനം തട്ടിവിടാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ ശാസ്ത്രത്തെ കണ്ടിട്ടുന്നില്ലല്ലോ, ഇതാണ് വിമർശനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ എത്ര സമയം വേണം? ഒരു സമയം 5 സെക്കൻഡ് മതി അല്ലെങ്കിൽ 10 സെക്കൻഡ് മതി. പക്ഷെ അല്ല, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. 1001 ഇൻവെൻഷൻസ് എന്ന പേരിൽ സയൻസ് എക്സിബിഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കണം എത്ര സമയം വേണം? അതാണ് ഇപ്പൊ UN ഇയർ ഓഫ് ലൈറ്റ്, അത് ഇബ്നു ഹൈത്തമിന്റെ സ്മരണാർത്ഥാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല പിന്നെ പ്ലാനറ്റ്സിനടക്കം പിന്നെ ഫിർനാസ്, അബ്ബാസ് ഫിർനാസ് ആണെന്നാണ് എന്റെ ഓർമ്മ, പേരുകൾ പോലും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ഇതുണ്ട്. അപ്പൊ ഇതൊക്കെ വിശദീകരിക്കാൻ എത്ര സമയം വേണം? ഈവൻ ആ ചരിത്രം പറയാൻ തന്നെ ഒരു പക്ഷെ 1 മണിക്കൂർ എടുക്കും. പക്ഷെ മുസ്ലിങ്ങൾക്ക് ശാസ്ത്രം കണ്ടിട്ടില്ലല്ലോ ഹഹ എന്ന് പറയാൻ 10 സെക്കൻഡേ വേണ്ടുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഞാൻ പൊതുവിൽ ഇങ്ങനെ പറയുന്ന ആളുകളോട് പറയാറുണ്ട്, ഇപ്പോൾ എനിക്ക് വളരെ ഒരു ബ്ലാങ്ക് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. ഉദാഹരണത്തിന്, ഗാന്ധിജി ഒരു ബ്രിട്ടീഷ് ചാരനാണ്. ഇത് പറയാൻ എനിക്ക് പറഞ്ഞ പോലെ 5 സെക്കൻഡേ വേണ്ടുള്ളൂ. വേണമെങ്കിൽ എനിക്കതിന് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയും. ഇപ്പോൾ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഗാന്ധിജി നിർത്തലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പലതും നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ചാരനായതുകൊണ്ടാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി പ്രവർത്തിച്ചത്. ഇതെനിക്ക് പറയാൻ ഭയങ്കര ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഭയങ്കര സിമ്പിളാണ്. വേണമെങ്കിൽ ചരിത്രത്തിൽ എവിടെന്നെങ്കിലും ചെറിയ പിക്ക് ചെയ്ത് ഇങ്ങനെ പറയുകയും ചെയ്യാം. പക്ഷേ ഒരാൾ ഗാന്ധിജിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല. ഗാന്ധിജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന ചരിത്രമുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ റോള് ഇന്നതാണ്, അത് ഇത്രത്തോളം പ്രസക്തമാണ്. ഇതൊക്കെ വിശദീകരിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം നടത്തുമ്പോൾ നാസ്തികരുടെ മൊത്തത്തിലുള്ള ഒരു പക്ഷേ അവർക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നതിന്റെ ഒരു മാനദണ്ഡം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലാങ്ക് ആയി സ്റ്റേറ്റ്മെന്റ്സ് നടത്തപ്പോൾ റസൂലിന്റെ ചരിത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഖുർആന് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തത്. ആക്ച്വലി ഇത് പ്രവാചക ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് പഞ്ചപാണ്ഡവർ 4 കട്ടിൽകാൽ പോലെ 3 പേർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ 2 പേരെല്ലാം കൂടിയും കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പരസ്പരം യാതൊന്നും യോജിക്കുന്നില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ദത്തുപുത്രന്റെ ഭാര്യ വിവാഹം ചെയ്തു എന്നാ പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ അപ്പോ ജബ്ബാർ അവിടെ കുട്ടി എന്ന് ചേർക്കും. എന്തിനാണ് ഈ കുട്ടി എന്ന് ചേർക്കണത്? യഥാർത്ഥത്തില് ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിയെ ദത്തെടുത്തു, ഏത് അനാഥാലയത്തിന് ദത്തെടുത്തു, എന്നിട്ട് അവനെ വളർത്തിയെടുത്തു. ഒരു 40 വയസ്സുള്ള ഒരാള് ഒരു 5 വയസ്സുള്ള കുട്ടിയെ, 40 എന്നല്ല, ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ള ഒരാള് ഒരു കുട്ടിയെടുത്തു, എന്നിട്ട് അവനിങ്ങനെ വളർത്തിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവന് വിവാഹപ്രായമായപ്പോ വിവാഹം അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരാളെ കിട്ടി. അങ്ങനെ ആളെ കിട്ടിയിട്ട് കിട്ടിയപ്പോ ഈ ആൾക്ക് ഈ മരുമകളോട് ഒരു താല്പര്യം തോന്നുന്നു. അപ്പൊ പറയാണ് എന്ത്, വിവാഹമോചനം ചെയ്തിട്ട് വിവാഹം ചെയ്ത്. ഈ ഒരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പച്ചക്കളവാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ജബ്ബാർ എന്ന് പറയുന്ന ആള് എത്ര നികൃഷ്ടമായ രീതിയിലാണ് പ്രവാചക ചരിത്രം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നതിൽ പാളിച്ചാദ്യം പറയാം. ഒന്നാമതായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ട് വിവാഹാലോചന അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. അതില് കുടുംബക്കാർ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഉയർന്ന ഇതിൽപ്പെട്ടതാണ്. ആര്? സൈനബ് റളിയല്ലാഹു അൻഹ ഉയർന്ന തറവാടാണ് എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സെയ്ദ് എന്ന് പറയുന്നത് ഒരു മുൻ അടിമയായതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം. ഇസ്ലാം മഹത്തരമായ
ദത്തുപുത്ര സംവിധാനം എടുത്ത് ഒഴിവാക്കി എന്നിങ്ങനെ എപ്പോഴും ഒരു കരയാറുണ്ട്. എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളും ഇസ്രായേലിലെ ജൂതന്മാരുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ, ഇപ്പോഴത്തെ നാസ്തികതയാണ്. അപ്പം അവിടെ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാഴ്ചപ്പാട് ദത്തുപുത്ര സംവിധാനത്തിൽ അവർ സ്വന്തം പുത്രന്മാരെ പോലെ അല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാലോ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ചേർച്ച ഇല്ല എന്ന ഒരു പ്രശ്നം അവിടെ വരും. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് വിവാഹം ഓക്കെ ആയിരുന്നു അവർക്ക്. കാരണം മുഹമ്മദ് നബിയെ ആ നിലക്ക് ഒരു തറവാടുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷെ മകൻ എന്ന് ഈ പറയുന്ന ദത്തുപുത്രനായിട്ടുള്ള ആളെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ രൂപത്തിൽ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ അവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എത്ര നികഷ്ടമായിക്കൊണ്ടാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ ആവശ്യം ഈ സൈനബ ഇങ്ങനെ എവിടെയെങ്കിലും എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും കെട്ടി നിർത്തപ്പെടേണ്ടതാണ്, അതിനുവേണ്ടി സെയ്ദിനെ വിവാഹം ചെയ്തു കൊടുത്തു. എന്താ പത്താണ് ഈ പറയണത്? ഒരാൾക്ക് സൈനബ് റളിയല്ലാഹു അൻഹയെ ഇവിടെ തൻ്റെ ഒരു കസ്റ്റഡിയിൽ കിട്ടണമെങ്കിൽ സ്വന്തം വിവാഹം ചെയ്താൽ പോരെ? അതിനവർ തയ്യാറുമാണ്. പ്രവാചകന്റെ അമ്മായിയുടെ മകളുമാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഒരുപക്ഷെ സെയ്ദ് റളിയല്ലാഹു അൻഹുമായിട്ട് പ്രവാചകന് ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ ബന്ധമുള്ളതാണ് ഈ സൈനബ് റളിയല്ലാഹുവിന്റെ ബന്ധം എന്ന് പറയുന്നത്. കാരണം അവർ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലണ്ടറുകളാണ് പറയുന്നത്. അങ്ങനെ അത് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, പിന്നെ ഈ സൈനബിനും ഈ വിവാഹം താല്പര്യം ഉണ്ടായിരുന്നില്ല, ഏത് സെയ്ദ് റളിയല്ലാഹുവുമായി ബന്ധം. കാരണം പിന്നെ അമ്മായിയപ്പൻ്റെ വെപ്പാട്ടിയായിട്ടും മകൻ്റെ ഭാര്യയുമായിട്ട് ഒരേപോലെ നിൽക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുക, എന്നിട്ട് പ്രകോപനം സൃഷ്ടിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അല്ല, ഇതിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി എന്ന് പറയുന്നതിലൂടെ ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു 5 വയസ്സൊക്കെ ഉള്ള ആ നിലക്ക് വളർത്തിയതുപോലെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ സെയ്ദ് റളിയല്ലാഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള 10 വയസ്സിനുള്ള വ്യത്യാസമാണ് ഏകദേശം ഉള്ളത്. അപ്പൊ അത്രയും വ്യത്യാസം വളരെ കുറവാണ് എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സൈനബിയുമായിട്ടുള്ള വിവാഹത്തിന്, ഈ സെയ്ദുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് വിവാഹം ആലോചിച്ചിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരതിന് ഓക്കെ ആയിരുന്നു എന്നുള്ളത് മറുഭാഗത്ത്. എന്നിട്ട് പിന്നെ ഈ വിവാഹവും നടന്നു, സെയ്ദ് റളിയല്ലാഹുവിനായിട്ടുള്ള വിവാഹം നടന്നു. അതിനുശേഷവും ഇതിന്റെ ഒരു വിവാഹമോചനത്തിലേക്ക്, അല്ലെങ്കിൽ അവരൊരു സ്വരച്ചേർച്ച ഇല്ലാതാകുമ്പോൾ വിവാഹമോചനത്തിലേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സമീപനാണ് എടുക്കുന്നത് എന്നുള്ളതും അവിടെ പ്രസക്തല്ലേ. അത് ഖുർആനിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അതെ, അത് പരമാവധി ആ ഒരു വിവാഹമോചനത്തിലേക്ക് എത്താത്ത രൂപത്തിൽ അതിനെ കൊണ്ടുപോകുന്നു. എന്നിട്ടും ഒരു യോജിച്ചു പോകുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അവിടെ വിവാഹമോചനം സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം പിന്നെ മൊത്തത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയേണ്ടതുണ്ട്. കാരണം സൈനബ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ വിവാഹമോചനത്തിലേക്ക് ഇവർ പോകുന്നു എന്നിപ്പോ പറഞ്ഞല്ലോ. അവിടെ കൃത്യമായി തന്നെ ഖുർആനിലാണ് പറയുന്നത് നീ നിന്റെ ഭാര്യ നിന്റെ കൂടെ നിർത്തി പോരുക എന്ന് പ്രവാചകൻ പറഞ്ഞതായിക്കൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ സ്വന്തമായി വിവാഹം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആയത്ത് വരുമോ, അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകൻ പറയുമോ? അപ്പൊ അതൊരു ലോജിക്ക് ഇല്ലാത്ത, നമുക്ക് പറയാം ഒരു സ്വയം ബോധം ഇല്ലാത്ത മനുഷ്യന്മാർ. അല്ല, സൈനബ് ബീവിയെ കിട്ടണം എന്ന രൂപത്തിൽ ഈ പറയുന്നത് പോലെ ആ ഒരു നിലക്കും ഇതില്ലാത്തൊരു വിമർശനമാണെങ്കിൽ പരാമർശിക്കുന്നതിൽ പോലും പ്രയാസം ഉണ്ടെങ്കിൽ പോലും സൈനബ് ബീവിയെ എങ്ങനെങ്കിലും കിട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടി നടക്കുന്നതാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവർക്കിടയിൽ ഒരു അതെ ഒരു സ്വരച്ചേർച്ച ഉണ്ടെന്നൊക്കെ അറിഞ്ഞാൽ പരമാവധി സന്തോഷിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി കളി എന്നല്ല പറയാം. പക്ഷെ അവിടെ പരമാവധി ആ ബന്ധം തുടരുക, വിവാഹമോചനത്തിലേക്ക് എത്താതിരിക്കുക എന്ന ഒരു സമീപനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് നിന്ന് കാണുന്നത്, ഖുർആനിന്റെ ആയത്തിൽ നിന്ന് കാണുന്നത്. എന്നിട്ട് അതിനുശേഷം വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പോലും, ഇനി സൈനബ് ബീവിയായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പോലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ പറഞ്ഞ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും എല്ലാം അവഗണിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സെയ്ദ് ദത്തുപുത്രനായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ജബ്ബാർ പറയുന്നില്ല എവിടെ വെച്ചിട്ടാണ് ദത്തുപുത്രനായി, എന്തുകൊണ്ട് അത് പറയുന്നില്ല? അവിടെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുകയാണ് എങ്കിൽ നമുക്ക് എന്താ പറയുക, ഇയാൾക്ക് കുറച്ചെങ്കിലും ഒരു അംഗീകാരം കൊടുക്കുകയായിരുന്നു. ഇയാൾ പറയുന്ന കാര്യമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സെയ്ദ് റളിയല്ലാഹുവിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു റെയ്ഡിൽ പിടിക്കപ്പെടുകയാണ്, കൊള്ളയടിക്കപ്പെടുകയാണ്.
അതില് അന്ന് ആ സെയ്ദിനെ കൊണ്ടുപോയിട്ട് അടിമ കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് ഈ കൊള്ളയടിച്ച ആളുകൾ വിൽക്കുകയാണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഖദീജ റളിയല്ലാഹുഅൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വാങ്ങുകയും അങ്ങനെ പിന്നീട് ഖദീജ റളിയല്ലാഹുവിന്റെ കസ്റ്റഡിയിൽ എത്തുകയാണ്. മഹദി ഖദീജയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സെയ്ദിനെ നൽകുന്നത്. അങ്ങനെ സെയ്ദും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടക്കാണ് സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിന്നെ പിതാവ്, ഹാരിസ എന്ന് പറയുന്ന പിതാവ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുടെ കൂടെ തൻ്റെ മകനുണ്ട് എന്ന് അറിയുന്നത്. ഉടനടി അദ്ദേഹം മക്കയിലേക്ക് വെച്ച് പുറപ്പെടുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ ചെന്നിട്ട് നോക്കണം നിങ്ങൾ, ഒരു പിതാവാണ് മകനെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ളത്. എത്രയോ കാലങ്ങളായി നഷ്ടപ്പെട്ടിട്ടുള്ള തൻ്റെ മകനെ കൊണ്ടുവരാൻ പിതാവ് വരികയാണ്. പിതാവിനെ അറിയാം മക്കളോടുള്ള ബന്ധം എന്താണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ പിന്നെ സെയ്ദിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ സെയ്ദിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സെയ്ദിൻ്റെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്ഭുതകരം എന്ന് പറയട്ടെ, സെയ്ദ് റളിയല്ലാഹു പിതാവിൻ്റെ കൂടെ പോകണില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ദത്തുപുത്രനായിക്കൊണ്ട് പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ വിഷയം മൂപ്പര് മിണ്ടേയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു കാപഢ്യം എന്ന് പറയുന്നത്. ചരിത്രത്തെ വളരെ സെലക്റ്റീവായി വായിക്കാതെ ഇതിന് സാധ്യമല്ല എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അത്രയും സെലക്റ്റീവായി എടുക്കുക, അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ പറയുക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വിമർശനം. ഇപ്പോൾ ആ വിമർശനം ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലേക്ക് പോയി. ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ റസൂല് സമീപിക്കുന്നു. അപ്പോൾ സമീപിക്കുമ്പോൾ ആ സ്ത്രീ പറയണ ഔദുബിക്ക, ഞാൻ നിന്നോട് അള്ളാഹുവിൽ ശരണം തേടുന്നു. അപ്പോൾ റസൂൽ എന്ത് ചെയ്യണം, കുറച്ച് സമ്മാനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റിലാക്കിയിട്ട് റസൂല് മുങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു കഥ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഹദീസുകൾ വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും. ബുഖാരി 532 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനും പറ്റും. ഇത് കേൾക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു റെഫറൻസ് ഉദ്ധരിച്ചുകൊണ്ടുള്ളൊരു വിമർശനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവം, ഇത് വിവാഹം കഴിച്ച ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗോത്ര തലവനുമായുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗോത്ര തലവന്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏതോ പെണ്ണിനെ തോട്ടത്തിൽ അല്ല, സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യ. പക്ഷെ അവിടെ ഗോത്രത്തലവന്റെ ഇഷ്ടമായിരുന്നു റസൂലിനോട് എങ്ങനെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കണം, വൈവാഹിക ബന്ധം മകൾക്ക് ഉണ്ടാക്കണം എന്ന രൂപത്തിൽ. സ്ത്രീ പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ മാത്രമല്ല ആ വിവാഹത്തിന് മുമ്പ് റസൂലിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ആ സ്ത്രീക്ക് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്, മൊത്തത്തിൽ വിശദീകരിക്കുക എന്നുള്ളത് തന്നെ പ്രയാസമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രവാചകനാണെന്ന് അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക്, അതായത് മകൾക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്ത ആ വ്യക്തി, അതായത് റസൂല് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തത്, അപ്പോൾ അതും വളരെ പ്രസക്തമാണ്, മാതൃകയാണ്. നമ്മൾ പറയുന്നത് ഈ വിമർശനത്തിൽ മാതൃക ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്തിട്ടും പെണ്ണിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ, അല്ല ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എൻ്റെ വാപ്പ എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഇവിടുന്നേ പറ്റുള്ളൂ, എനിക്ക് കീഴൊതുങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളതല്ല റസൂൽ പറയുന്നത്. മറിച്ച് അങ്ങനെ വിവാഹം ചെയ്തതിന് ശേഷമാണെങ്കിലും നിക്കാഹിന് ശേഷമാണെങ്കിലും താല്പര്യമില്ലെങ്കിൽ വളരെ മാന്യമായി പാരിതോഷികങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് വളരെ ഏറ്റവും മാന്യമായി തിരിച്ചയക്കുക. അതായത് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ പിന്നെ താല്പര്യമില്ലെന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും മറുത്തു പറയാതെ, ഈവൻ അവർ കുറച്ചു ഹാർഷായ രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറിയിട്ട് പോലും തിരിച്ചൊരു വാചകം പോലും പറയാതെ ഏറ്റവും മാന്യമായി തിരിച്ചയച്ച ഒരു സംഭവമാണിത്. ആ സംഭവത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇതൊന്നും കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനോളം ചെറിയിപ്പിക്കുന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. മറിച്ച് അത്രയും സെലക്റ്റീവായി എടുത്ത് കാപട്യവും അതുപോലെ തന്നെ സത്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഇഗ്നോറൻസും അല്ലാതെ ഒരിക്കലും ഇത്തരം വിമർശനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ബ്രണ്ടോണിൽസ് അസിമെട്രി പ്രിൻസിപ്പിൾ, ഇത് പറയാൻ 5 സെക്കൻഡ് മതി. പക്ഷേ ഈ ഹദീസുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് സംഭവം, ഇതാ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അധ്യായത്തിലാണ് ബുഖാരി ഇതിനെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കാൻ ചിലപ്പോൾ അരമണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിമർശനം കേൾക്കുന്ന ആളുകൾക്ക് ആ ഹദീസ് ഒന്ന്
സൈറ്റിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ കോണ്ടസ്റ്റും അല്ല അതില് വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ ഉദ്ധരിച്ച വിമർശനം എടുത്ത് നോക്കുക. അതില് sunna.com പോയാൽ ഒരു പക്ഷേ ഇതില് റസൂല് അവരെ സമീപിക്കുന്നു, ഔദുബിക്ക എന്ന് പറയുന്നു. അതേ കാറ്റഗറി തന്നെ നമുക്ക് അതിന്റെ നെക്സ്റ്റ് അടിച്ച് നോക്കിയാൽ അതിന്റെ കാണും. പക്ഷെ ആളുകൾക്ക് ഒരു പക്ഷേ അവര് എന്താ നോക്കുള്ളൂ, റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കുറച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പരിശോധിക്കണം എന്ന് തോന്നുന്ന ആള് മാക്സിമം ചെയ്യാൻ എന്താ sunna.com പോയി ആ ഹദീസ് നമ്പർ അയച്ചു കൊടുക്കാം. ചിലപ്പം അതേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ ഈ സംഭവം ഈ മറ്റുള്ളത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് ഈ സ്ത്രീക്ക് താല്പര്യമില്ലാതിരുന്നു, റസൂൽ അത് മനസ്സിലാക്കിയപ്പോൾ റസൂൽ വിട്ട്, ആ കാര്യങ്ങളെല്ലാം അടങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പൂർണ്ണമായ ചിത്രം കിട്ടുള്ളൂ. ആ ചിത്രത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ഹദീസിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അപ്പൊ അത് ശരിക്കും ഒരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹദീസുകൾ മനസ്സിലാക്കും, ജമ്മ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഹദീസുകളിലൂടെ വരുന്ന ഈ വിമർശനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനീ പറഞ്ഞതുപോലെ ഒരു കണ്ടക്സ്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സീറയെ കുറിച്ചുള്ള ഒരു ധാരണ ഇതൊക്കെ അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലമായി sunna.com പോയി ഒരു നമ്പർ അടിച്ചത് കൊണ്ട് മാത്രം അത് അവസാനിക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഭാര്യയെ കെട്ടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അതെന്താണ് യഥാർത്ഥത്തില്? അതായത് ഇവിടെ കൃത്യമായി നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഖുർആൻ ഇത്തരത്തിൽ വിവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സംശയിച്ചു പോകും. ഏതൊരാളും സംശയിച്ചു പോകും. കാരണം അതിൽ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, പരസ്പരം പിന്നെ എങ്ങനെയെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇതിൽ ഒരു ഭാഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നാണ് ആ പറയുന്നത്. അപ്പം മാറ്റി നിർത്തുക. പിന്നെ ഉള്ളത് അവർ നിങ്ങൾ പിന്നെയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അടിക്കുക. ഈ അടിക്കുക കാരണം നമ്മൾ കുട്ടികളെ അടിക്കണ പോലെ. അതായത് അടിക്കുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യ എപ്പോൾ വേണമെങ്കിൽ അടിക്കാന്ന്. അങ്ങനെ അത് തെറ്റാണ്. കാരണം ഭർത്താവിന് നല്ലല്ലോ ഒരാൾക്കും, ഈവൻ നമ്മുടെ കുട്ടികളെ പോലും മറ്റൊരാളെ പോലും ഒരു ശിക്ഷാ നടപടി ആയിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് ഇവർക്കൊക്കെ ശിക്ഷാ നടപടി ആയിക്കൊണ്ട് ഒരു അടി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷർത്തൊക്കെ പാടെ ചിന്തിച്ച് വരുമ്പോഴേക്കും അയാൾക്ക് അടിക്കണ്ടെന്ന് തോന്നും. ഏറ്റവും ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് ഒരു കാര്യത്തിൽ ദേഷ്യം വന്നു, അടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ആ അടിക്കുന്നത് അയാളുടെ ദേഷ്യം തീർക്കാനാണ്. നേരെ മറിച്ചൊരു ശിക്ഷാ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരാളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കുകയാണ്. അങ്ങനെ അതേപോലെ ഒരു തൂവാല കൊണ്ട് മറ്റൊക്കെ ഇങ്ങനെ അടിക്കുക. ഇതേ വിഷയത്തിൽ ജബ്ബാർ എന്താ പറയുന്നത്, കെട്ടിയിട്ട് തല്ലുക. അപ്പൊ കെട്ടിയിട്ട് തല്ല ഇപ്പൊ ഇവിടെ ബാസിൽ പറഞ്ഞ പോലെയാണ്. അതായത് ഹദീസ് എടുക്കുന്ന നോക്കണ പോലെ തന്നെ ഖുർആൻ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് മാറ്റുക എന്നുണ്ട്. അപ്പൊ മാറ്റുക, പിന്നെ കെട്ടും ചെയ്യുക, പിന്നെ ഒരു ഒറ്റടി, അടിയോട് അടി. അപ്പൊ യഥാർത്ഥത്തിൽ അത് അവരുടെ വിവക്ഷയിൽ വരുന്ന അബദ്ധങ്ങളാണ് വരുന്നത്. അല്ല, ഇതില് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെയായാലും അടിക്കുക എന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ വിവാഹമോചനത്തിലേക്കൊക്കെ എത്തുന്ന സന്ദർഭത്തിൽ അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ പറഞ്ഞ്, ആദ്യം സംസാരിക്കുക, അതുപോലെ തന്നെ ഗുണദോഷിക്കുക, മാറിക്കിടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പ് പറഞ്ഞ് അവസാനം വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന്റെ അവസാന ഭാഗത്തേക്കാണ് ഈ അടി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പിന്നെ തിരിച്ച് അങ്ങനെ ഇല്ലല്ലോ. വളരെ ആ ഒരു ലിബറൽ യുക്തിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, തിരിച്ച് ഭർത്താവിനെ ഭാര്യയ്ക്ക് തല്ലാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഭാര്യയുടെ ഭാഗത്താണ് പ്രശ്നം. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, ഭാര്യയുടെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുന്ന പിന്നെ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പോയതിനു ശേഷമാണ് വിവാഹമോചനം നടക്കുക. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കുക, ഭർത്താവിന്റെ ഭാഗത്താണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കള്ളും കുടിച്ച് പിന്നെ ഭാര്യയെ തല്ലുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ഭർത്താവിനെ എടുക്കുക. ഭർത്താവിന്റെ ഭാഗത്ത് വിവാഹമോചനത്തിന് മതിയായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് അയാളെ പിന്നെ ഒഴിവാക്കണം. ഖുർആൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് വിചാരിക്കുക, ഓക്കെ, ഭർത്താവിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തോട് പിന്നെ ഗുണദോഷിക്കണം, അതിനുശേഷം അദ്ദേഹത്തിന് മാറിക്കിടക്കണം, അതിനുശേഷം അദ്ദേഹത്തിന് അടിക്കണം. അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഒരു അടിക്കണം എന്നും കൂടിയൊക്കെ വെച്ചാൽ എന്തായിരിക്കും ഭാര്യയുടെ അവസ്ഥ? ഓൾറെഡി കള്ളം കുടിച്ച് കുഴപ്പമുണ്ടാക്കുന്ന ഭർത്താവിനെ ഇനി ഇവളെന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിയും കൂടി കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വിവാഹമോചനം നടത്താൻ. അപ്പൊ ഇത് ഒന്ന് ആലോചിച്ചു, അവിടെയാണ് ഇസ്ലാം എന്താ ചെയ്തത്? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നാണ് വിവാഹമോചനം വേണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി കൊടുത്തു. വളരെ പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിൽ വിവാഹമോചനം എളുപ്പമാക്കി കൊടുത്തു. എന്നാൽ ഭർത്താവിന് ഭാര്യയെ തോന്നുന്നത് പോലെ ഒഴിവാക്കാൻ പറ്റൂല.
അവിടെ ഈ പറഞ്ഞ പിന്നെ ആണു പെണ്ണ് തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആണിന്റെയും പെണ്ണിന്റെയും മനസ്സറിയുന്ന സട്ടാവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ ഒക്കെ പോകണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കെട്ടിയിട്ട് തല്ലുക അതൊക്കെ വിട്ട് പിന്നെ നമ്മളെ പുതിയ കാലത്തുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ വിമർശനം എന്നുള്ളതിനും അപ്പുറത്ത് വെറുപ്പ് അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു മുൻധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ എന്നുള്ളതൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു കാര്യം പിന്നെ പേര് പോലും പരാമർശിക്കാൻ യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ട രൂപത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി എന്തായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ ജോലി എന്താണെന്ന്. കാരണം 24 മണിക്കൂറും ഇരുന്ന് ഈ തോന്നിയാസം പറയാന്നുള്ളതല്ലാതെ വേറൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്താ ബൈമിയ കോഫിയിൽ നിന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പൈസ വാങ്ങുക, അത് മാത്രം അത് ആ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ച് റസൂലിന്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ മാതിരി തറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തോന്നിപ്പിക്കാനായിരിക്കാം ഒരു പക്ഷെ. അപ്പോ ഇവിടെ ആദ്യം അങ്ങോട്ടോ വന്നത്, അതെ എന്താ പണിയെന്ന് ചോദിച്ചപ്പോഴാണ് അതെ അതെ അപ്പൊ അതേതായാലും ആ നിലക്കൊരു അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലെങ്കിൽ റസൂൽ അങ്ങനെ കാര്യമായ ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ നടക്കാൻ. പക്ഷെ റസൂലിന്റെ ചരിത്രം സീറ വായിക്കുണ്ടാവില്ല, ഇദ്ദേഹത്തിന് എന്താണ് അത് ആ ഒരു ബോധം ഇല്ലാത്തത്. കാരണം ആൾക്കാർ സീറൊക്കെ വായിക്കുണ്ടാവില്ല, റസൂലിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ വായിക്കുണ്ടാവില്ലേ, മുസ്ലിങ്ങളാവണമെന്നില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുമേക്കലിലൂടെ അതിനുശേഷം ഖദീജ ബീവിയായിട്ടുള്ള വിവാഹം പോലും കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റസൂലിന്റെ കച്ചവടം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മക്ക ജീവിതത്തിൽ റസൂൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ സംരക്ഷണം പിന്നെ അബൂ താലിബ്, അപ്പോൾ ആ രൂപത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് സീറയിൽ കാണാൻ സാധിക്കും. പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ പോലും, മദീനയിൽ എത്തിയതിനു ശേഷമാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് ഒരുപാട് റസൂൽ ചില കച്ചവടങ്ങൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെയാണ് മദീനയിലെത്തിയ ചരിത്രം ഏറ്റവും ബേസിക് മദ്രസയിൽ നിന്ന് വായിച്ച ആളുകൾക്ക് പോലും അറിയുന്നതാണ് അൻസാറുകൾ മുഹാജിറുകൾ രണ്ട് വിഭാഗങ്ങൾ. കാരണം അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ഇവരെ സ്വീകരിച്ച, മക്കയിൽ നിന്നും ഹിജറ പോയവരെ സ്വീകരിച്ച ആളുകൾ, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ പോയ ആളുകൾ. അപ്പൊ ഈ അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം അവര് പല ആളുകളെയും അവരുടെ പിന്നെ വീട്ടിൽ ഒരു സഹോദരനെ പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും ഈ അൻസാറുകളാണ് നോക്കുക. അതേപോലെ തന്നെയാണ് അഹ്ലുസുഫ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ആളുകൾ, അവർക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഈ അൻസാറുകളായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അൻസാറുകൾക്ക് അത്രയും വലിയ പ്രാധാന്യം. അങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ എത്തിപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബാക്കളെയും സ്വീകരിച്ചവർ എന്ന നിലക്കാണ് ആ ഒരു പ്രാധാന്യം പോലും. അങ്ങനെ അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അൻസാറുകൾ പല വലിയ രൂപത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഭക്ഷണം അവർ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു രാഷ്ട്ര തലവനായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം മുതൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ജോലി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുൻധാരണ ഉണ്ടാക്കുക എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമല്ല, അപ്പൊ യുദ്ധമുതലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധമുതൽ നിന്ന് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുന്നോട്ട് അങ്ങനെ ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഭയങ്കര അബദ്ധമാണത്. കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-1 യുദ്ധം മുതൽ അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് എന്ന് പറയുന്ന ഖുർആൻ വചനമുണ്ട്. അതിന് തൊട്ട് ശേഷം ഖുർആനിൽ പറയുന്ന എന്താണ്? സമ്പത്ത് അത് നിങ്ങൾക്കിടയിൽ, സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എന്നാണ്. ഒന്ന് മനസ്സിലാക്കണം. നോക്കൂ, ഒരു എക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ നിലപാടാണ് ഇസ്ലാം അവിടെ. അതായത് സമ്പത്ത് ഒരിക്കലും കേന്ദ്രീകരിക്കപ്പെടരുത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന വചനം എടുത്തുകൊണ്ട് ഒരു ആളെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണത്. അല്ല, ഇപ്പം റസൂലിന് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ സമ്പാദിക്കണം അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് കാണാൻ പറ്റും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റൂല, അതുപോലെ തന്നെ സ്വതക്ക സ്വീകരിക്കാൻ പറ്റും, ഹദിയ മാത്രമാണ് സ്വീകരിക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ഇതൊന്നും വേണ്ടല്ലോ. എന്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഇത്രമാത്രം പ്രവാചകനെ ഇത്രമാത്രം ആകൃഷ്ടനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം നടത്തിയപ്പോൾ അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ ഭൃത്യ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹത്തിന് വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ മൈനസുകൾ പറയുന്നുണ്ട്, എന്നിട്ടും വിറ്റയച്ചു പോയി
അത്രയും എന്നിട്ട് നല്ല സത്യസന്ധമായി സത്യസന്ധമായി ചെയ്തു, നല്ല ലാഭം ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഷെയർ മാത്രം എടുത്തിട്ടുള്ളൂ, ഒരു കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല. ഇതാണ്. അപ്പൊ ഇങ്ങനെ നന്നായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എന്തിന് വേറൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യം? അദ്ദേഹം ഇപ്പൊ ഇവിടെ പ്രവാചകത്വം അദ്ദേഹം വാദിച്ചു എന്ന് പറയാണല്ലോ അവര്. അങ്ങനെ വാദിക്കുന്ന പ്രവാചകത്വം പറയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നതാണ്. അല്ല, ഇതില് അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് അവിടെയുള്ള പ്രമാണിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെ എതിർത്തു പല രൂപത്തിൽ. ഏകദേശം 8ഓളം സ്റ്റെപ്പുകളിലാണ് അവർ എതിർത്തതെന്ന് സീറയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യ ഘട്ടങ്ങളിൽ അവർ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? മുഹമ്മദ്, നീ പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഞങ്ങൾ പാരമ്പര്യമായി വിശ്വസിച്ചു പോന്നിരുന്ന ദൈവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ച ഒരു സട്ടാവിലേക്ക് നീ ക്ഷണിക്കുമ്പോൾ അള്ളാഹു ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവരെയും കൂടി വേണം എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല. ഏക ഇലാഹിനെ ആരാധിക്കുക എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിനക്ക് എന്താ വേണ്ടതെന്ന് പറയാം. നിനക്ക് ഏറ്റവും കുറെ സമ്പത്താണോ വേണ്ടത്? നീ അത് പറഞ്ഞോളൂ. നിനക്ക് ഇവിടെയുള്ള ഏറ്റവും സുന്ദരീനെ വിവാഹം കഴിക്കണോ എങ്കിൽ അത് പറഞ്ഞോളൂ. നിനക്ക് ഇവിടുത്തെ അധികാരം വേണോ? ഇവിടെ മക്കയിൽ പല ഗോത്രങ്ങളായിട്ടായിരുന്നു. അതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ഇതായിട്ട് നിനക്ക് അധികാരം വേണമെന്നുണ്ടെങ്കിൽ അത് തരാം. എന്താണോ നിനക്ക് വേണ്ടത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അധികാരത്തിനോ അല്ലെങ്കിൽ സമ്പത്തിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നീ അതൊക്കെ ഒഴിവാക്കി വെക്ക്. ഞങ്ങളത് തന്നോളാം, ഒന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങളത് ചെയ്തോളാം. ഇതാണ് റസൂലിന്റെ മുമ്പിൽ അവർ വെക്കുന്ന ഓഫർ. അപ്പൊ ഈ പറഞ്ഞതുപോലെ റസൂലിന് ഇതൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ 40 വയസ്സ് കഴിഞ്ഞ ആ ഒരു തുടക്ക സ്റ്റെപ്പിൽ തന്നെ ഇത് അവിടെ ഓഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് റസൂലിന് സ്വീകരിക്കാമായിരുന്നു. റസൂൽ എന്താ ചെയ്തത്? ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം, ഞാനൊരു പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആവശ്യം എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാം. പ്രവാചകന്റെ ജീവിതം നോക്കിയാൽ തന്നെ പ്രവാചകൻ ഒരുപാട് ദാനം ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാം. പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ പട്ടിണി ആയിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രവാചകൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട്, ഒരു സ്വത്തിനോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് മാത്രമല്ല, ഇനി ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ പിന്നെ ഇവർ പറയുന്ന ആളുകൾ പോലും പറയുന്നത് മക്ക ജീവിതത്തിൽ പിന്നെ ആടിനെ മേക്കലും അതുപോലെ തന്നെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. മദീന ജീവിതത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, മദീന ജീവിതം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജീവിതത്തിന്റെ ഏത് ഫേസാ? എത്ര വയസ്സിന് ശേഷമുള്ള 50 വയസ്സിന് ശേഷം മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രത്തലവനല്ല. അല്ല, 50 വയസ്സിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ള 50 വയസ്സിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോഴെന്താണ് ജോലി എന്ന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രത്തലവൻ. ഇപ്പൊ നമ്മളും ചോദിച്ചു നോക്കുക, പിന്നെ എന്താ പറയാ, നമ്മുടെ ജോ ബൈഡന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജോലി എന്താണ്? ഇപ്പൊ ഇത് നമ്മളെ ചിരിക്കുള്ളൂ, അവര് ചോദിക്കും. ജോ ബൈഡൻ യഥാർത്ഥ അവരുടെ ശത്രുപക്ഷത്താണെന്നുണ്ടെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കും. അല്ല, അവര് മനസ്സിലാക്കുന്ന, എനിക്ക് തോന്നുന്നത് ജോ ബൈഡൻ ഇങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഭരണാധികാരി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നാണ്, ഭരണമാണ് അവരുടെ ജോലി. അതെ. അപ്പൊ ആ നിലക്ക് എന്തെങ്കിലും ചിലപ്പം പെയിന്റ് അടിക്കാനോ അല്ലെങ്കിൽ സൈക്കിൾ ഒന്നാനൊക്കെ പോണ്ടി വരും ഈ ജോ ബൈഡനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ. അപ്പൊ ഇത്ര പോലും ചിന്തിക്കാതെ ഒരു രാഷ്ട്ര തലവനാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് റസൂലിന്റെ ഏത് കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്, ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുക എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊക്കെ ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിമർശിക്കുന്ന വലിയൊരു വിഷയമുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഓഫറുകളെല്ലാം തന്നെ നിരസിക്കപ്പെട്ടതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് നേരെയുള്ള അറ്റാക്കുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ പല നാസ്തികരും ഇൻക്ലൂഡിങ് ഈ ജബ്ബാർ ചെയ്യണ എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ടോളറൻസാണ്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഇവർ മതരഹിതരാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, ജൂതമതത്തിന് അവർക്ക് ഒരു പ്രശ്നമില്ല. ഇസ്രായേൽ ജൂതമതക്കാർ തന്നെ അവർ ഭയങ്കര നല്ല ആൾക്കാരാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിൽ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകളോ പരിശുദ്ധാത്മാക്കളാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവരുടെ ചരിത്രം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. അതായത് ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സുവർണ്ണ കാലഘട്ടം. അതാണ് അവരുടെ മൊത്തത്തിൽ. അവർ വളരെ ടോളറന്റ് ആണ്. അവരിപ്പോ വളരെയധികം നല്ല സ്വഭാവം, മറ്റുള്ളവരോടൊക്കെ സൗമ്യമായി സംസാരിക്കുന്നൊക്കെ ആളുകളാണ്. അപ്പൊ ഏതായാലും അവർ ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ തരത്തിൽ അവതരിപ്പിക്കുക. എന്നിട്ട് അവർ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന് നേരെ ഇത്തരത്തിൽ അറ്റാക്കുകളൊന്നും നടന്നിട്ടില്ല, വെറും ഒരു എന്താ പറയുക മുള്ളു ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ആക്ച്വലി അവർ പറയുന്നതിൽ പ്രവാചകന് വലിയ ശക്തമായ അറ്റാക്കുകൾ വന്നിട്ടില്ല. ശരിയാണ്. പ്രവാചകന്റെ അനുയായികൾക്ക് പലർക്കും ഇപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു, ഇപ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹു, ഫസ്റ്റ് രക്തസാക്ഷി ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇവർക്കൊക്കെ വന്നിട്ടുള്ളത് പ്രവാചകന് വന്നിട്ടില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ
ഗോത്രങ്ങളും കൂടി പ്രവാചകൻ അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളും കൂടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് എന്തുകൊണ്ട് അറ്റാക്ക് വന്നില്ല എന്നുള്ളത്. ഇതറിയാൻ നമ്മൾ എവിടേക്ക് പോയാൽ മതി? ഉക്കാളി ചന്തയിൽ ആരെയും വെല്ലാൻ ഒരാളും ചോദ്യം ചെയ്യാത്ത ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? മുഹമ്മദിന്റെ കുടുംബം നിന്നെ വെറുതെ വിടുമോ? ഒന്ന് നോക്കൂ നിങ്ങൾ. ആ നാട്ടിലെ ഏറ്റവും ശക്തരിൽ ഒരാളായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോലും ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ അന്നത്തെ കുടുംബ സെറ്റപ്പ് ഇതാണ്. ഇപ്പം മുഹമ്മദ് പറയുന്നത് ചിലപ്പോൾ തെറ്റാകാം, അവരെ സമയത്തോളം, ആ കുടുംബക്കാരെ സമയത്തോളം. പക്ഷേ മുഹമ്മദിന്റെ ശരീരത്തിൽ തൊടാൻ ഞങ്ങൾ അനുവദിക്കൂല. ഇത് അന്നത്തെ കുടുംബ സെറ്റപ്പിന്റെ പ്രത്യേകത. അല്ല, അന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ റസൂലിന്റെ ചരിത്രം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇന്നയാളുടെ സംരക്ഷണത്തിൽ, പിന്നെ ഇന്നയാളുടെ സംരക്ഷണത്തിൽ, ഇത് വായിക്കുമ്പോൾ തന്നെ അവിടുത്തെ വ്യവസ്ഥിതി വളരെ കൃത്യമാണ്. എന്താ വെച്ചാൽ പിന്നെ ഒരാളുടെ സംരക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലാണെന്ന് മാത്രമല്ല അത്തരത്തിലുള്ള കുടുംബ സെറ്റപ്പാണ്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന കുടുംബത്തിലായിരുന്നു, ഉയർന്ന ശക്തമായ കുടുംബത്തിലായിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ആക്രമിച്ചാൽ ആ കുടുംബം മൊത്തത്തിലാണ് അതിനോട് പ്രതികരിക്കുക. അങ്ങനെ ഒരു ഗോത്ര വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് റസൂലിനെ നേരിട്ട് ആക്രമിക്കാൻ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ കൊല ചെയ്യപ്പെട്ട, അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ സമൂഹത്തിലെ ദുർബലരായിരുന്നു. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു പോലെ, അമ്മാർ, യാസർ, സുമയ്യ റളിയല്ലാഹു അൻഹുമ, അവരെയൊക്കെ പരിശോധിച്ചൊക്കെ ഏറ്റവും ദുർബലരായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ ഇല്ല. ഈ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, കുറച്ചെങ്കിലും അല്ലെങ്കിൽ ആ സമയത്ത് പിന്നീട് അത്തരത്തിലുള്ള ആക്രമണങ്ങളടക്കം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ കുടുംബം എല്ലാവരും ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനെ മറികടക്കാൻ ആർക്ക് കഴിയില്ല, ആ കുടുംബത്തിന് കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രവാചകൻ ആ നാട് വിടുന്നത്. അപ്പൊ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കള്ളത്തരങ്ങൾ പഠിച്ചുവിടും. അപ്പൊ ഇങ്ങനെ വളരെ ഗോത്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള സെറ്റപ്പ് ഉള്ളതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, കാലഘട്ടത്തിന് ഇവർക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും. കാരണം അവർ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ഉള്ള ഒരു ജബ്ബാറാണോ അതോ പിന്നെ ലിയാഖത്താണോ എന്നറിയില്ല, ഏതോ ഒരാള് പറയുന്നത് ഞാൻ കേട്ടതാണ്. പിന്നെ ലിയാഖത്താണ് എൻ്റെ ഓർമ്മ. അയാൾ പറയാണ്, മുഹമ്മദേ നീ ഇതൊന്ന് നിർത്ത്, ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങളൊന്ന് നിർത്തും, അത് മാത്രം മതി. പറയണത് ആരാ? ഈ അള്ളാനെയും ഉള്ള ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും കുറ്റം പറഞ്ഞ് അവഹേളിച്ച് നടക്കുന്ന ലിയാഖത്താണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു, അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്ന്. മാത്രമല്ല, ജബ്ബാറിനത് ഞാൻ ഒരിക്കൽ കേട്ടെന്ന് വെച്ചാല് അത്രയും ആധുനികമായ സംവാദ സംസ്കാരമുള്ളവരായിരുന്നു ജാഹിലിയ അറബികൾ. അപ്പൊ അത്രയും സംസ്കാര സമ്പന്നരായ ഒരു നിലക്കും ഉപദ്രവിക്കാത്ത ആളുകളാണെന്നുള്ള ആൾക്കാണ് ഈ ചരിത്രം പറയുന്നത്. അല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇപ്പൊ ജബ്ബാറിന്റെ ഈ കള്ളത്തിന് ചരിത്രത്തിന്റെ അപനിർമ്മാണം പറയുമ്പോൾ പറയേണ്ട ഒരു കേസാണ്. അതായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ശരിക്കും അത് കിട്ടേണ്ടതാണെന്നുള്ള നിലക്കാണ് മുപ്പയുടെ സംസാരം. ബിലാൽ റളിയല്ലാഹു ചെയ്തത് എന്താ മനസ്സിലാക്കണം. വലിയ പാറക്കല്ലെടുത്തിട്ട് ശരീരത്തിന് മേലെ വെച്ചുകൊടുക്കുകയാണ്. അപ്പൊ അതെന്താണ് അത്ര? ബിലാൽ റളിയല്ലാഹു കഅബയിൽ കയറി മലമൂത്ര വിസർജനം നടത്തി. എവിടുന്നാണ് ഈ കഥ ഉണ്ടാക്കുന്നത്? ഏതോ ഒരു അടിത്തറ ഇല്ലാത്ത ഏതോ ഒരു പുസ്തകം, നമുക്കൊന്നും ഇന്റർനെറ്റിൽ പോലും അവൈലബിൾ അല്ലാത്ത ഏതോ ചവറുകളിൽ നിന്ന് ചരിത്രം നിർമ്മിക്കുന്ന ജബ്ബാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവർക്ക് ഈ ഒരു റെഫറൻസും വേണമെന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് എവിടുന്നാണെങ്കിലും എന്ത് ചെയ്യും, ഇവര് അങ്ങനെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ കൃത്യമായി ചരിത്രത്തെ ആ ഒരു നിലക്ക് സത്യസന്ധമായി പിന്നെ സമീപിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ വിമർശനങ്ങൾ നടത്തുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിൽ പോലും ഇല്ലാത്തൊരു കാര്യം എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഇസ്ലാം വിമർശനങ്ങൾ പൊതുവെ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ആളുകൾക്ക് പൊതുവിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇസ്ലാം വിമർശനങ്ങൾ ഒരുപക്ഷെ ഇന്റർനെറ്റിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ഒരു സജഷൻ വന്നതെങ്കിലും ഒരു വീഡിയോ കാണുന്ന ആളുകൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവിൽ ഏതൊരു വ്യക്തിയെക്കുറിച്ച് പോലും, ഇപ്പോൾ റസൂലിനൊക്കെ മാറ്റി വെക്കുക, ഏതൊരു വ്യക്തിയെക്കുറിച്ച് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ബ്രോഡർ പിക്ചർ നമ്മൾ മനസ്സിലാക്കി ആ സാഹചര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് കാര്യവും ചരിത്രപരമായി നമ്മൾ അവലോകനം ചെയ്യുക. അതിനൊക്കെ മാറി നിന്നുകൊണ്ട് പിന്നെ എനിക്കിങ്ങനെ തോന്നുന്നു, ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്ന രൂപത്തിൽ ഊഹങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാപട്യത്തിൽ നിന്നും കള്ളത്തരങ്ങളിൽ നിന്നും വരുന്ന ഇത്തരം
ഒരു സത്യസന്ധതയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത ഇത്തരം വിമർശനങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് വിമർശനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യേണ്ടത് സീറയെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. അത് റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു തവണ ഒന്ന് വായിച്ചതിന് ശേഷം റസൂലിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കോളും. അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചുള്ള ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഈ പറഞ്ഞതുപോലെ റസൂലിന്റെ വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനു മുമ്പേ എന്താണ് ആ വിവാഹം എന്നുള്ളതും അതിന്റെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഹദീസുകളെ കുറിച്ച് അതിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉസൂലുൽ ഹദീസിന്റെ ഒരു ബേസ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ജമ്മു ചെയ്യൽ, എന്താണ് ഒരു ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന വിഷയത്തിലുള്ള ഒരു ധാരണ, പ്രാഥമിക ധാരണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക. ആ രൂപത്തിൽ ഒരു പ്രാഥമികമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കാൻ തയ്യാറല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ഈ ചവറുകൾ വെച്ചുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. സത്യസന്ധമായി ചരിത്രത്തെ സമീപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളാവണമെന്നില്ല, അല്ലാത്തവർക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കാത്ത ഒരുപാട് ചരിത്രകാരന്മാരുണ്ട്. അവർ പോലും പറഞ്ഞത് ചരിത്രത്തിന്റെ പൂർണ്ണ പ്രകാശത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. അപ്പോൾ ആ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും രാഷ്ട്രത്തലവനായിക്കൊണ്ടും അതല്ലാതെ ഒരു ഭർത്താവായിക്കൊണ്ടും ഉപ്പയായിക്കൊണ്ടും എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ വാചകങ്ങളും പ്രവർത്തികളും സംസാരങ്ങളും എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന മറ്റൊരാളുടെ ജീവിതവും ലോക ചരിത്രത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ എല്ലാ വാചകങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും രേഖപ്പെട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ചെറിയിപ്പിക്ക് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. പക്ഷേ ആ സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതും അതിലേറെ വ്യക്തമായിക്കൊണ്ട് ലൈലുഹ കനഹാരിഹ എന്ന് പറയുന്നത് പോലെ രാവ് പകലിനെ പോലെ പ്രശോഭിതമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇവിടെ എല്ലാവർക്കും മുമ്പിൽ തുറന്ന പുസ്തകം പോലെയുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക, ഖുർആൻ വായിക്കാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എല്ലാവരോടും അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.